അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തട്ടെ. ഞാൻ ഗസയിൽ നിന്നുള്ള ഒരു ഫലസ്തീൻകാരനാണ്. എനിക്ക് 12 വയസ്സുണ്ട്. ഈ ചാനലിന്റെ ലക്ഷ്യം 1 ലക്ഷം സബ്സ്ക്രൈബർമാരെ ഉണ്ടാക്കുക എന്നതാണ്. അതിനുശേഷം 5 ലക്ഷം, അതിനുശേഷം 10 ലക്ഷം ആളുകളിലേക്ക് ഈ ചാനൽ എത്തുക എന്നതാണ് എന്റെ ആഗ്രഹം. 2022 ഓഗസ്റ്റിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ അവ്നി എൽദൌസ് എന്ന ഫലസ്തീൻ ബാലൻ പറഞ്ഞ വാക്കുകളാണിത്. മരണശേഷം ലോകമറിഞ്ഞ ഗസയിലെ 13കാരനായ യൂട്യൂബറാണ് അവ്നി എൽദൌസ്. ആഗ്രഹം പോലെ തന്നെ അവന്റെ സ്വപ്നങ്ങൾ നിറവേറ്റപ്പെട്ടു. അവൻ ആഗ്രഹിച്ചതുപോലെ ലോകം അവന്റെ യൂട്യൂബ് ചാനൽ കണ്ടു. അത് കാണാൻ പക്ഷേ അവനുണ്ടായില്ലെന്ന് മാത്രം. തന്റെ 1000 സബ്സ്ക്രൈബർമാർക്ക് ജീവിതത്തിൽ എല്ലാ സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ അവ്നി എൽദൌസ് അവസാനിപ്പിക്കുന്നത്. കൃത്യം 1 വർഷത്തിന് ശേഷം ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദ്യത്തെ ഫലസ്തീൻ കുട്ടികളിൽ ഒരാളായി അവ്നി. അവ്നിയുടെ ഈ വീഡിയോ ഇപ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞു. കൂടാതെ അവന്റെ കമ്പ്യൂട്ടർ ഗെയിമിംഗ് വീഡിയോകൾക്ക് ഇന്ന് മില്യൺ കാഴ്ചക്കാരുമുണ്ട്. ഏകദേശം 1.7 മില്യൺ ആളുകൾ അവ്നി എൽദൌസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്ന, സ്വന്തം കഴിവിൽ ആത്മവിശ്വാസമുള്ള, സഹായമനസ്കതയുള്ള കുട്ടിയായിരുന്നു അവ്നി എൽദൌസ് എന്ന് ബന്ധുക്കൾ ഓർക്കുന്നു. കമ്പ്യൂട്ടറിനോടുള്ള അവന്റെ സ്നേഹം കാരണം എഞ്ചിനീയർ അവ്നി എന്നായിരുന്നു ബന്ധുക്കൾ അവനെ വിളിക്കാറ്. ഗസയിൽ ജീവൻ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ പ്രതീകമായി മാറിയിരിക്കുകയാണ് ഈ അവ്നി എൽദൌസ്. ദയവായി ഞങ്ങളോട് ക്ഷമിക്കൂ. നീ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ നിന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു അവ്നി എൽദൌസിന്റെ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമന്റ്. ഇസ്രായേൽ ഗസയിൽ ആക്രമണം തുടങ്ങിയ ആദ്യ ദിവസം രാത്രി 12:30 അല എന്ന അവ്നിയുടെ ബന്ധുവിന്റെ ഫോണിലേക്ക് ഒരു സന്ദേശം വന്നത്. നിങ്ങളുടെ കുടുംബ വീട് ബോംബാക്രമണത്തിൽ തകർന്നിരിക്കുന്നു. ആ സന്ദേശം വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല. എന്നാൽ കുടുംബത്തിലെ ഒരു അടുത്ത സുഹൃത്ത് തന്റെ സഹോദരന്റെ ഫോട്ടോയ്ക്കൊപ്പം ആദരാഞ്ജലികൾ നേർന്നുകൊണ്ടുള്ള ഒരു സന്ദേശം അയച്ചു കണ്ടപ്പോൾ അല തകർന്നുപോയി. സേതോണിനടുത്തായുള്ള 3 നില കെട്ടിടത്തിന്റെ ഓരോ നിലയിലും അവ്നിയും ബന്ധുക്കളുമായിരുന്നു താമസിച്ചിരുന്നത്. അവ്നി അവന്റെ അമ്മയ്ക്കും അച്ഛനും 2 മൂത്ത സഹോദരിമാർക്കും 2 ഇളയ സഹോദരന്മാർക്കുമൊപ്പം ഒരു നിലയിലാണ് താമസിച്ചിരുന്നത്. വിവരമറിഞ്ഞ ഉടനെ അല ആശുപത്രിയിലേക്ക് ഓടി. മൃതദേഹങ്ങൾ കാണാൻ അവർ അവനോട് ആവശ്യപ്പെട്ടു. പക്ഷെ എന്റെ ഭർത്താവ് അതിന് സമ്മതിച്ചില്ല. ജീവിച്ചിരുന്നപ്പോഴുള്ള അവരുടെ മനോഹരമായ മുഖങ്ങൾ ഞാൻ ഓർക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അല കണ്ണീരോടെ പറഞ്ഞു നിർത്തി. 2 ബോംബുകൾ പെട്ടെന്ന് കെട്ടിടത്തിന്റെ മുകളിൽ വീണ് കെട്ടിടം അപ്പാടെ തകർന്നു. മുകളിലത്തെ നിലയിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അതുകൊണ്ട് ഭാഗ്യവശാൽ ഞാനും ഭാര്യയും രക്ഷപ്പെട്ടു. അവ്നിയുടെ അമ്മാവൻ മുഹമ്മദ് പറഞ്ഞു. ഞങ്ങൾക്കൊരു മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ല. പെട്ടെന്നായിരുന്നു സ്ഫോടനം എന്നാണ് അയൽക്കാരനായ ഒരാൾ പറഞ്ഞത്. ആ രാത്രിയിൽ മാത്രം തന്റെ കുടുംബത്തിൽ 15 പേരാണ് കൊല്ലപ്പെട്ടതെന്ന് അല പറയുന്നു. അതിൽ തന്നെ ഏറെ വേദനിപ്പിച്ച മരണങ്ങളിൽ ഒന്ന് അവ്നിയുടേതാണെന്ന് അവർ പറയുന്നത്. ശാന്തനും സഹായമനസ്കനുമായിരുന്നു അവൻ. അവന്റെ അച്ഛൻ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിരുന്നു. അച്ഛനെ പോലെ കമ്പ്യൂട്ടറിൽ വിദഗ്ധനാകാൻ അവൻ ആഗ്രഹിച്ചു. മരണത്തിന് 3 ആഴ്ച മുമ്പ് കുടുംബങ്ങൾ എല്ലാവരും ഒത്തുകൂടിയിരുന്നു. അന്നാണ് അവ്നിയെ അല അവസാനമായി കണ്ടത്. കമ്പ്യൂട്ടർ ഗെയിമുകളോടായിരുന്നു അവന് ഏറ്റവും താല്പര്യം. അതുപോലെ യൂട്യൂബ് കരിയർ ആക്കിയെടുത്ത് വിജയിച്ച ഒരുപാട് ആളുകളെ അവൻ ആരാധിച്ചിരുന്നു. അവനും അവരെ പോലാകാൻ ആഗ്രഹിച്ചു. തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകുന്നത് അവൻ ഇഷ്ടമായിരുന്നു. 2020 ജൂണിലാണ് അവ്നി തന്റെ ചാനൽ ആരംഭിച്ചത്. പ്രോ എവല്യൂഷൻ സോക്കർ, കാർ റേസിംഗ് ഗെയിംബ്ലർ, ഫസ്റ്റ് പേഴ്സണൽ ഷൂട്ടിംഗ് ഗെയിം, കൗണ്ടർ സ്ട്രൈക്ക് എന്നിവ അവൻ കളിക്കുന്നതായി വീഡിയോകളിൽ കാണാം. ഗെയിമുകളുടെ വിശദാംശങ്ങൾ, അവ നിർമ്മിച്ച കമ്പനികൾ, അവയുടെ റിലീസ് തീയതികൾ എന്നിവ നൽകുന്ന നീണ്ട അടിക്കുറിപ്പുകളോടെയായിരുന്നു അവ്നിയുടെ ഓരോ വീഡിയോകളും. പതുക്കെയാണെങ്കിലും തന്റെ ചാനൽ വിപുലീകരിക്കുന്നതിനെ കുറിച്ചും പുതിയ വ്ളോഗുകളും അഭിമുഖങ്ങളും ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചുമൊക്കെ അവൻ ആലോചിച്ചിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അവ്നി എന്ന് ബന്ധുവും പ്രോഗ്രാമറും യൂട്യൂബ് ചാനലുകളുമായി ബന്ധപ്പെട്ട് ജോലികൾ നോക്കുകയും ചെയ്യുന്ന അഷ്റഫ് എൽദൂസ് പറയുന്നു. ചില യൂട്യൂബ് ടിപ്സുകളൊക്കെ ചോദിച്ച് അവ്നി തന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം ഓർക്കുന്നു. ഒക്ടോബറിൽ അവ്നിയുടെ മരണശേഷം അവന്റെ ചാനലിന് ഒരുപാട് പുതിയ കാഴ്ചക്കാരെ കിട്ടി. സോഷ്യൽ മീഡിയയിൽ അവ്നി അയച്ച സന്ദേശങ്ങൾ ഒന്നിൽ ഗസയിലെ ജനങ്ങൾ മരണഭയത്തിലാണെന്നും തനിക്ക് അവരിൽ ഒരു സംഖ്യയായി മാറാൻ താല്പര്യമില്ലെന്നും പറയുന്നുണ്ട്. ഈ കുഞ്ഞിന്റെയൊക്കെ മരണം ഈ ലോകത്തിന് തന്നെ നാണക്കേടാണ്. ദൈവം അനുവദിച്ചാൽ അവൻ സ്വർഗത്തിലെ പക്ഷിയാകുമെന്നാണ് അവ്നിയുടെ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു പ്രതികരണം.
ആ കൗമാരക്കാരന്റെ മുഴുവൻ കുടുംബവും അവനോടൊപ്പം കൊല്ലപ്പെട്ടു. എന്നാൽ മരണശേഷം അവൻ നേടിയ പ്രശസ്തിയിൽ അഭിമാനമുണ്ടെന്നാണ് അവന്റെ ബന്ധുക്കൾ പറയുന്നത്. ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾ അവ്നിയെ സ്നേഹിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള ഒരു സമ്മാനമായാണ് ഞങ്ങൾ കരുതുന്നത്. ജീവിച്ചിരുന്നപ്പോൾ അവൻ അത് ആഗ്രഹിച്ചിരുന്നു, സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു. ഇത് സ്വർഗത്തിലിരുന്ന് കണ്ട് അവൻ സന്തോഷിക്കട്ടെ, അവർ പറയുന്നു. ഫലസ്തീനികൾക്കെതിരായ ഇസ്രായേൽ വംശഹത്യയിൽ രക്തസാക്ഷികളായ ആയിരക്കണക്കിന് ഫലസ്തീൻ കുട്ടികളിൽ ഒരാളാണ് അവ്നി എൽദൌസ്. ഈ അധിനിവേശം ഇനി ആവർത്തിക്കപ്പെടില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവ്നിക്കും അവനെ പോലെ ജീവൻ നഷ്ടപ്പെട്ടു പോയ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്കും നീതി ലഭിക്കട്ടെ. സ്വതന്ത്ര ഫലസ്തീനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെടാതിരിക്കട്ടെ.